കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യൻ ലൈവ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ചെയ്യാൻ പിണങ്ങിപ്പിരിഞ്ഞവർ ഒന്നിക്കാൻ. ഇപ്പം രണ്ടുപേര് സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ ചേട്ടനിയന്മാരായിരിക്കും, അല്ലെങ്കിൽ സഹോദരന്മാരോ, അല്ലെങ്കിൽ ചേച്ചി അനിയത്തിയായിരിക്കും, അപ്പം അല്ലെങ്കിൽ അയലത്തുകാരായിരിക്കും. ചിലപ്പം ഒരു വയറ്റിൽ പിറന്നില്ലെങ്കിലും സഹോദരങ്ങളെക്കാട്ടിൽ ആത്മബന്ധമായിട്ടുള്ളവരുണ്ട്. അപ്പം അങ്ങനെ ഏത് രീതിയിലുള്ളവരായിക്കോട്ടെ, ഭാര്യ ഭർത്താക്കന്മാരോ എങ്ങനെയുള്ളവരായിക്കോട്ടെ, അപ്പം ഈ പിണങ്ങി പിരിയാന്ന് വെച്ചാൽ വളരെ കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പം നമുക്ക് ചില ആൾക്കാരുടെ ഒരു നേരത്തെ വാക്കിൻ്റെ പുറത്തുള്ള ഒരു വിഷയത്തിൽ, അല്ലെ പ്രവർത്തന പുറത്തുള്ള ഒരു വിഷയത്തിൽ പിണങ്ങാം. ഒരു വാക്ക് മതി, ചെറിയ കാര്യം മതി പിണങ്ങാനായിട്ട്. ഈഗോയാണ് പിണക്കത്തിൻ്റെ ഒരു പ്രധാന കാര്യമായിട്ട് മിക്കയിടത്തും കണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഈഗോ മാറ്റി വെച്ച് ചെറിയ ചെറിയ വിഷയങ്ങളെ ഉള്ളെങ്കിൽ മാക്സിമം പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. വാശിയും വൈരാഗ്യവും വിദ്വേഷവും കൊണ്ട് നടന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് രണ്ടുപേർക്കും ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരാൾക്കായാലും മതി. ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയുന്നത്. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ജ്യോതിഷനെ, അത് ഫോണിൽ കൂടെ ചോദിക്കാൻ പാടില്ല, നേരിട്ട് പോയി കണ്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാരണം കൊണ്ടാണ്, ഈ സംസാരം കൊണ്ട് മാത്രമാണോ ഇത്ര ആത്മാർത്ഥമായിട്ട് ജീവിച്ചവർ, എത്ര ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ അയലത്തുകാർ, അല്ലെ സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ പെട്ടെന്നൊരു കലഹത ഉണ്ടാക്കി ബദ്ധശത്രുക്കളായിട്ട് മാറിയത്? ചിലപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ കണ്ണുകടിയുള്ള വ്യക്തികളുടെ ശത്രുതാ വിഷയങ്ങൾ കൊണ്ടുവരാം. അവരുടെ ഈവിളൈ പോലെ, അതായത് പറഞ്ഞ ദൃഷ്ടിദോഷം കൊണ്ട് ഒക്കെ നമുക്ക് ഇവർക്ക് പിരിച്ചുകൾ, കലഹതകളൊക്കെ ഇവർക്ക് ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മുഖേന കൊണ്ടാണ് ഇവർ പിരിഞ്ഞതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിനുള്ള പ്രതിവിധി നമ്മൾ ആദ്യം കാണണം. ശത്രുതാ വിഷയം ഉണ്ടെങ്കിൽ അതെന്ത് രീതിയിലാണ്? ശാപതാപമായിട്ടാണോ? ഏതെങ്കിലും ക്ഷേത്രങ്ങൾ വിളിച്ചപേക്ഷയാണോ? എവിടെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മികളെ കൊണ്ട് കർമ്മ ജീവനാദോഷങ്ങൾ മുഖേനയാണോ? ക്ഷുദ്രദോഷങ്ങൾ മുഖേനയാണോ? അതോ എന്തെങ്കിലും ആരെങ്കിലും മുഖേന ഈ പറഞ്ഞ കൈവിഷം പോലെ എന്തെങ്കിലും വെള്ളത്തിൽ കലത്തിലും തന്നിട്ടുണ്ട്, അതുപോലുള്ള കലഹതയാണോ? എന്താണെന്ന് അത് അതിൻ്റെ ഇഴനാരുടെ കീറി പരിശോധിച്ച് അതിൻ്റെ വിഷയത്തിനുള്ള പരിഹാരം ചെയ്ത്, അല്ലെ പ്രതിവിധി ചെയ്തുമ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യണമെന്നില്ല. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കലഹത മാറും. അപ്പം അങ്ങനെയുള്ളത് ചെയ്തിട്ടും നമുക്കൊരു 100% ചെയ്ത് കഴിഞ്ഞാൽ ഫലപ്രാപ്തി ഉണ്ടാവും. അങ്ങനെയുള്ളത് ചെയ്ത് ദോഷം മാറ്റിയിട്ടും ഇവർക്ക് അടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇടയ്ക്ക് എന്തോ ഒരു മതിൽ പോലെ നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ, പറഞ്ഞ പോലെ മറ്റു ദോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ 100% ഇവർക്ക് സക്സസ് ഉണ്ടാവും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുന്ന അവസ്ഥ വരും. അപ്പം നമുക്ക് ഭാര്യയും ഭർത്താവുമാണ് പിരിഞ്ഞതെന്ന് നോക്കാം. അപ്പം അതിന് നമുക്ക് ഭാര്യയ്ക്കാണ് ഭർത്താവുമായിട്ട് ഒന്നിക്കണം എന്ന് ആഗ്രഹമെങ്കിൽ പതിവശീകര യന്ത്രം നമുക്ക് ധരിക്കാം. പിന്നെ പത്നിക്ക് പിണങ്ങിയിരിക്കുന്ന ഭർത്താവ് ഒന്നിക്കണം എന്ന് ആഗ്രഹമെങ്കിൽ നമുക്ക് പത്നി വശീകര യന്ത്രം ധരിക്കാം. പിന്നെ സുഹൃത്തുക്കൾ ആണ്, അല്ലെ ബന്ധുക്കൾ ആണ് പിണങ്ങി നിൽക്കുന്നതെങ്കിൽ ഐകമത്യ യന്ത്രം, അല്ലെ സമ്മാസുക്ത യന്ത്രം നമുക്ക് ധരിക്കാം. ഇനി അല്ലെങ്കിൽ നല്ല ഒരു ഉപാസകളിൽ നിന്നും സമ്മാസുക്ത മന്ത്രം, അല്ലെ ഐകമസുക്ത മന്ത്രം നമുക്ക് ഉപദേശമായിട്ട് വാങ്ങിച്ച് പതിവായിട്ട് പറ്റാവുന്ന സംഖ്യ 21 ദിവസമോ 41 ദിവസമോ 90 ദിവസമോ ഒക്കെ നമുക്ക് വീട്ടിൽ അശുദ്ധിയൊന്നും ഇല്ലാതെ നമുക്ക് പതിവായിട്ട് ജപിക്കാം. ഉപദേശം വാങ്ങിച്ചിട്ട് ഈ വിളക്ക് കത്തിച്ച് വെച്ച് ഭദ്രദീപമായിട്ട് 5 തിരിയിട്ട് കൊളുത്തി വേണം നമ്മൾ ഈ മന്ത്രം ജപിക്കാനായിട്ട്. മന്ത്രത്തിൻ്റെ ആ ഒരു ഇത് ഞാൻ സംസാരിച്ച് തുടങ്ങുന്ന മന്ത്രമാണ്. അത് അതിൻ്റെ ആ പ്രാധാന്യ കണക്കിലെടുത്ത് ഞാൻ പറഞ്ഞു തരുന്നില്ല. യൂട്യൂബിലൊക്കെ മന്ത്രം കിടപ്പുണ്ട്. പക്ഷെ അതൊക്കെ ജപിക്കുന്നതിലും ഒരു ആചാര്യൻ നിന്ന് ദക്ഷിണ കൊടുത്ത് ഉപദേശം വാങ്ങി ജപിക്കുന്നതായിരിക്കും ശ്രേഷ്ഠം. അപ്പം അങ്ങനെയുള്ള മന്ത്രങ്ങൾ കൊണ്ടുള്ള യന്ത്രങ്ങൾ നമുക്ക് ധരിക്കാം. അങ്ങനെയുള്ള മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം. ഇനിയും പിണങ്ങിപ്പിരിഞ്ഞവർ ഒന്നിക്കാൻ പൂജയായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അവർ ഒന്നിച്ചേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ മാർഗമില്ല. അപ്പം സ്നേഹിച്ച 2 പേരാ. അപ്പം അവർ പിരിയാനുള്ള വിദ്വേഷണം ചെറിയ മൂന്നൊക്കെ കലഹതയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സ്നേഹിക്കുന്നവർ 2 കാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവരൊന്നിക്കുന്നവർക്ക് വീട്ടുകാർക്ക് ഇഷ്ടമായി കാണത്തില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് അതിനുള്ള പ്രതിവിധി ചെയ്തിട്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഹോമമായിട്ട് ചെയ്യാനാണെങ്കിൽ ഐകമത്യ ഹോമമായിട്ട് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ശങ്കരനാരായണ പൂജ എന്ന് പറഞ്ഞ പൂജയുണ്ട്. അത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ
സുഹൃത്തുക്കള് അല്ലെ അയലത്തുകാര് ബന്ധുക്കള് ശത്രുക്കളായാലും ഒന്നിക്കുന്ന അവസ്ഥ വരും. ഉമാമഹേശ്വര പൂജയിൽ വശ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പറ്റും. അതുപോലെ മഹാവശ്യകർമ്മം എന്ന് പറഞ്ഞൊരു വിധാനം പറയുന്നുണ്ട്. മഹാവശ്യകർമ്മം എന്ന് പറഞ്ഞ വിധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദേവതാ സങ്കല്പങ്ങളിൽ 4 കർമ്മികളായിട്ടിരുന്നിട്ട് ദിനമാനമായിട്ടും രാത്രിമാനമായിട്ടും ചെയ്യാം. രാവിലെ 6 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 6 മണി വരെയുള്ള ഹോമകർമ്മങ്ങൾ. അത് ഈ പ്രശ്നം വെക്കുമ്പോൾ അല്ലെങ്കിൽ ദോഷകാഠിന്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിന് ഹോമസംഖ്യ നിശ്ചയിക്കുക. അപ്പം 4 കർമ്മികൾ വരുമ്പം 4 ദേവതാസങ്കല്പത്തിലുള്ള ഹോമം അവിടെ ചെയ്യാം. രാവിലെ 6 തൊട്ടാണ് വൈകിട്ട് 6 വരെ, അല്ലെങ്കിൽ രാത്രി 6 തൊട്ടാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ, അങ്ങനെയുള്ള കർമ്മമാണ് ചെയ്യാം. നമുക്ക് ആ ദിനമാനവും രാത്രിമാനവും ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അതിന് വിളക്കണയാതിരിക്കണം, വൃത്തിയായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 4 ദേവസങ്കല്പം എന്ന് പറയുമ്പോഴത്തേക്കും ബാണേശി, കാമേശി, അശ്വാരൂഢ, ത്രിപുര സുന്ദരി എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ 4 ദേവസങ്കല്പത്തിൽ നമ്മൾ ഈ ഹോമങ്ങൾ ചെയ്യുമ്പോഴും പെട്ടെന്ന് അത് എത്ര പിണങ്ങിപ്പിരിഞ്ഞ് എത്ര ബദ്ധശത്രുക്കളായാലും ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ മഹാവശ്യകർമ്മം ചെയ്ത് ഒരുപാട് പേർക്ക് ഫലപ്രാപ്തി നമുക്ക് ഉണ്ടായിക്കൊടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ പിണങ്ങിപ്പിരിഞ്ഞവർ ഒന്നിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേവതാസങ്കല്പങ്ങൾ ഭാര്യാസമേതനായിട്ട് നിൽക്കുന്ന ഒരുപാട് ദേവസങ്കല്പങ്ങളുണ്ട്. സിദ്ധിവിനായകനുണ്ട്, വലിയ സമേതനായിട്ടുള്ള മുരുകനുണ്ട്, അതുപോലെ ശാസ്താവ് പൂർണ്ണപുഷ്കരായിട്ട് നിൽക്കുന്ന ശാസ്താവുണ്ട്, ലക്ഷ്മി സമേതനായ വിഷ്ണുവുണ്ട്, പിന്നെ അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ശിവപാർവതി ഭാവമുണ്ട്. എല്ലാ ശിവനും പാർവതി ഒരേ പീഠത്തെ കുടികൊള്ളുന്നുണ്ട്. അപ്പം അങ്ങനെ ഭാര്യാസമേതനായിട്ട് നിൽക്കുന്ന ഏതൊരു ഭാവത്തിലുള്ള ദേവസങ്കല്പങ്ങളെയും നമ്മൾ വൃത്തിയായിട്ട് പൂജിച്ച് ഇവർക്ക് വേണ്ടുന്ന ഐകമത്യ കർമ്മം അല്ലെങ്കിൽ വശ്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാരെയൊക്കെ നമുക്ക് ഒന്നിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ 2 പേര് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ല കാര്യം. കലഹിച്ച് നടക്കാനൊന്നും സമയമില്ല. പണ്ടൊക്കെ ആയിരുന്നു 120-200 ഒക്കെ വയസ്സ് വരെ മനുഷ്യൻ ആയുസ്. ഇപ്പോൾ കൂടി വന്ന 80 വയസ്സല്ല 100 വയസ്സാകുമ്പം തീരുന്ന അവസ്ഥ. അതിന് മുമ്പ് മരിക്കുന്നവരും ഉണ്ട്. അപ്പം ജീവിക്കുന്ന അത്രയും കാലം സന്തോഷകരമായിട്ടും സമാധാനമായിട്ടും ആർക്കും പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ ആരെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക. പിണങ്ങി പിരിഞ്ഞവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ വിഷയങ്ങളെ ഉള്ളെങ്കിൽ പരിഹരിക്കുക, സംസാരിച്ച് തീർക്കാവുന്ന വിഷയമുള്ളെങ്കിൽ സംസാരിച്ച് തീർക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.